അങ്ങനെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രെഡില് ഫ്രാങ്കിന്റെ ഹൗസും കാര്യത്തിന് നമ്മൾ ഡ്രൈവർ സ്റ്റേഷനും കാര്യങ്ങൾ തന്നെ ആക്കിക്കണേ. അപ്പൊ ഇത് എങ്ങനെ ആക്കിയത് നമ്മൾ ഇവിടെ കൂടെ പറഞ്ഞു തരാൻ പോണത്. അപ്പൊ നമ്മൾ ട്രെയിനും കാര്യത്തിന് എടുത്തിക്കണം. അപ്പൊ 2 ട്രെയിൻ അവിടുന്ന് ഇവിടുന്ന് കാര്യങ്ങൾ തന്നെ വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് നേബീസും കാര്യത്തിന് വന്നത്. അപ്പൊ ഓൾക്ക് പോകാൻ വേണ്ടി നമ്മൾ ഓട്ടോ വിളിച്ച ഓട്ടോ സ്റ്റാൻഡിലേക്ക് കാര്യത്തിന് പോവാണ്. അപ്പൊ ഇവിടുന്ന് കുറച്ച് പോകാനുള്ള ഓട്ടോ സ്റ്റാൻഡിലേക്ക് കാര്യത്തിന്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഈ കാറും കാര്യത്തിന് പുതിയതായിട്ട് നമ്മൾ മേങ്ങിയത്. അപ്പൊ പുതിയ വീട്ടിലേക്ക് വന്നപ്പോൾ പുതിയൊരു കാറും കാര്യത്തിന് മേങ്ങിയത്. ഇവിടെ ഉള്ളതൊക്കെ നമ്മളെ കാറും കാര്യത്തിനാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഓട്ടോ സ്റ്റാൻഡിലേക്ക് കാര്യത്തിന് പോവാ. അപ്പൊ നമ്മൾ കുറെ കാലം വീഡിയോ ഇട്ട് ഒരു 4-5-4.5 മാസമായി ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ ചെറിയ പ്രശ്നം കാര്യങ്ങളൊക്കെ അതൊക്കെ ഒഴിവാക്കിയാണ് ഇപ്പൊ വീഡിയോ ഇടാൻ. അവരുടെ സപ്പോർട്ടും കാര്യത്തിനും തരാം. സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് സപ്പോർട്ട് തരാൻ മറക്കരുത്. നമ്മൾ ഓട്ടോ സ്റ്റാൻഡിലും കാര്യത്തിന് എത്തി. അപ്പൊ ഇവിടെയാണ് ഈ ബീച്ച് സൈഡിലും കാര്യത്തിന് ഓട്ടോ സ്റ്റാൻഡും കാര്യത്തിന് വരുന്നത്. പാർക്കിംഗ് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ സൈഡിലായിട്ട് ഇവിടെ നിർത്തിയിട്ട്. അപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് വണ്ടി കാര്യത്തിന് എടുത്ത് പോകും. നമുക്ക് ഓട്ടോ സ്റ്റാൻഡ് വിളിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് കാലത്ത് പോകാൻ വിചാരിച്ചാണ് ഓട്ടോ സ്റ്റാൻഡും കാര്യത്തിന്. പക്ഷെ ഓട്ടോ സ്റ്റാൻഡ് ഫുള്ള് ഓട്ടോറിക്ഷയും കാര്യത്തിന് എന്ത് സംഭവം ഒന്നും അറിയില്ല. പക്ഷെ ഇതൊക്കെ എന്താണ് സംഭവം ഒന്നും ഓടാൻ പറ്റിയെന്നൊന്നും യാതൊരു ഇവിടെ ആരും കാണുന്നില്ല. പക്ഷെ ഒരാളും കാര്യത്തിൽ നിൽക്കുക. അപ്പൊ എന്താ ചോദിച്ചോക്കുക ഈ ഓട്ടത്തെ ആൾക്കാരൊന്നും നമുക്ക് കാണാം. നമുക്ക് ആരോട് സംസാരിച്ചോക്കെ എന്താണ് സാർ എന്താ ഓട്ടം കാര്യത്തിന് എടുക്കാതെ. എടാ ഫ്രാങ്കിൽ എനിക്ക് എന്തെന്ന് സംഭവം എന്ന് അറിയുന്ന ഹർത്താൽ നമ്മള് വണ്ടി ഓട്ടോറിക്ഷ ഒക്കെ ഹർത്താലിലാണ്. അപ്പൊ ഓട്ടോറിക്ഷ ഒന്നും ഇനി എടുക്കാനുള്ള തീരുമാനമല്ല. ചെറിയൊരു പ്രശ്നം കാര്യത്തിന്. അപ്പൊ അതിന് ഫുള്ള് ഹർത്താലും കാര്യത്തിനാണ്. അപ്പൊ എന്തെങ്കിലും നമുക്ക് ഓട്ടോറിക്ഷ 1 മുതൽ പെട്ടെന്ന് അനക്കാൻ പറ്റില്ല. ഹർത്താലായതുകൊണ്ട് നമുക്ക് റോഡ് നമുക്ക് ഇറക്കാനേ പറ്റില്ല. റോഡ് ഫുള്ള് ശാന്തം. ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞ സാധനം റോഡ് മൂടില്ല. വേറെ വണ്ടി ആയിരിക്കും നമ്മുടെ ഓട്ടോറിക്ഷ നമ്മളിന്ന് റോഡ് മൂടെ ഇറക്കും. ഒരു സമരം കാര്യത്തിന് ചെയ്തിക്കാണ്. അപ്പൊ ഇന്ന് എന്ത് വിചാരിച്ചാലും നമ്മള് ഓട്ടോറിക്ഷ ഇറക്കാനുള്ള ഒരു പ്ലാനും കാര്യത്തിനില്ല. ഓക്കെ സാർ എന്നാ അങ്ങനെ ഓട്ടോറിക്ഷയും കാര്യത്തിന് എടുക്കില്ല എന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും കാര്യത്തിന് കൊടുക്കുക. എന്താ ഹർത്താലിന്റെ കാര്യം എന്താ ഓട്ടോറിക്ഷ ഒന്നും എടുക്കാത്തൊന്നും യാതൊരു. അപ്പൊ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനും കാര്യത്തിന് പോകാം. അപ്പൊ എന്തായാലും നമ്മള് കാറും കാര്യത്തുണ്ട്. അങ്ങനെ പെട്ടെന്ന് നമ്മളെ വീട്ടിന്റെ അടുത്തും കാര്യത്തിന് പോലീസ് നമ്മൾ ആദ്യത്തെ വീട്ടിന്റെ അടുത്ത് ഇപ്പത്തെ വീട്ടിന്റെ അടുത്തെല്ലാം അത് നമ്മളെന്തായാലും പോലീസ് സ്റ്റേഷന്റെ റോഡും കാര്യത്തിന് എത്തിയത്. അപ്പൊ ഇതാണ് പോലീസ് സ്റ്റേഷൻ റൂട്ടും കാര്യത്തിന്. നമ്മൾ ആദ്യത്തെ വീടാണ് വെള്ളം. ഇതാണ് പോലീസ് സ്റ്റേഷനും കാര്യത്തിന് വരുന്നത്. അപ്പൊ അതേപോലെ പോലീസ് സ്റ്റേഷനോട് ചോദിച്ചൊക്കെ പോലീസ് സ്റ്റേഷനിൽ സാർമാരുണ്ടാകുന്നല്ല എംപീസും കാര്യത്തിന് പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് കയറി പോകേണ്ടി എന്താ സംഭവം എന്നറിയില്ല. നമുക്ക് എന്തായാലും വണ്ടി കാര്യത്തിനോട് നിർത്താം. പോലീസുകാരെ വണ്ടി ഒന്നും കാണില്ല. സാധാരണ പോലീസുകാരെ വണ്ടി കാര്യത്തിന് ഉണ്ടാവേണ്ടി എന്തായാലും നമുക്ക് സാർമാരെ സംസാരിച്ചേക്കാം. ശരിക്കും 2 സാർമാരും കാര്യത്തിനുണ്ട്. ഇപ്പൊ എന്താ പറയുക 4 സാർമാരും കാര്യത്തിനുണ്ട്. എന്തായാലും നമുക്ക് ഈ ഭാഗത്തെ ഈ 2 സാർമാര് ചോദിച്ചു നോക്കിയത് ഹർത്താലും കാര്യത്തിന്. സാറ് ഇപ്പൊ നമ്മള് ഓട്ടോ സ്റ്റാൻഡിങ് കാര്യത്തിന് പോയി പറഞ്ഞു ഓട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല ഹർത്താലും കാര്യത്തിനാണെന്ന് പറഞ്ഞത്. അപ്പൊ എന്താ സാറ് സംഭവം. അപ്പൊ നമ്മളോട് പോലീസുകാര് കുറച്ച് പ്രശ്നം കാര്യത്തിന് പറഞ്ഞു. ആ പ്രശ്നം ആയതുകൊണ്ട് നമുക്ക് വണ്ടി കാര്യത്തിന് എടുക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞത്. നമ്മളോട് സാറ് കാര്യത്തിന് ഈ എയർപോർട്ടിൽ മന്ത്രിയും കാര്യത്തിന് വന്നിരുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും എയർപോർട്ടും കാര്യത്തിന് പോകാം. അപ്പൊ മന്ത്രിനെ കാണാൻ പറ്റും ചെയ്യും. മന്ത്രിനോട് കാര്യം പറ്റുമോ ചോദിച്ചാൽ പറ്റുമോ എന്നൊന്നും അറിയില്ല. അപ്പൊ എന്താ ഹർത്താലിന്റെ സംഭവം ഒന്നും നമുക്ക് അറിയില്ല. സാർമാർക്ക് ചെറുതായിട്ടല്ല സാർമാര് അറിഞ്ഞത് ഇപ്പൊ നമുക്ക് പറഞ്ഞു തന്നെങ്കിൽ. അപ്പൊ എന്തെങ്കിലും മന്ത്രി കാര്യത്തിന് എയർപോർട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും നമുക്ക് പോയി നോക്കി എയർപോർട്ടിൽ ഉണ്ടാ എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എയർപോർട്ടിലും കാര്യത്തിന് എത്തിയിട്ട്. അപ്പൊ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാണ് സാറിനോട് ചോദിച്ചു നോക്കാം. അപ്പൊ അവിടെ സാറും കാര്യത്തിന് പ്രസംഗം കാര്യത്തിന് നടത്തണം. അപ്പൊ എന്തെങ്കിലും നമുക്ക് ഇനി ബുദ്ധിമുട്ടില്ല. പ്രസംഗം കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റണമാതിരി സംസാരിച്ചാൽ 2 പോലീസ് ഗാർഡനും കാര്യത്തിന് സൈഡിലായിട്ടുണ്ട്. അപ്പൊ എന്തായാലും വലിയ മീറ്റിംഗ് കാര്യത്തിനാണ്. അപ്പൊ നമുക്ക് കേട്ടിരിക്കാം ഇത് ഈ പ്രശ്നത്തിനെ കുറിച്ച് എന്താണ് പറയണം. അപ്പൊ നമുക്ക് നേരെ കുറച്ചു നേരം കേട്ടിരുന്നിട്ട് എന്താ ചെയ്യണത് അതിനനുസരിച്ച് ചെയ്യാം. അങ്ങനെ കുറെ നേരം നമ്മൾ കേട്ടും കാര്യത്തിന് ഇരുന്നിട്ട് അങ്ങനെ പുതിയ ഡ്രൈവർ സ്റ്റേഷൻ കാര്യത്തിന് ഉണ്ടാക്കാനുള്ള പ്ലാനിങ് കാര്യത്തിന്. അപ്പൊ പ്ലാനിങ് കാര്യത്തിന് ഞാൻ പറഞ്ഞു തരാം. ഈ ഡ്രൈവർ സ്റ്റേഷൻ കാര്യത്തിന് മാറ്റിക്കാണ്ട് ഇതേ വൈക്ക് കൂടെ മാറ്റിക്കാണ്ട് ഇവിടെ ക്ലോസ് ചെയ്ത് കാണ്ട് ഈ റൂട്ട് വൈക്കൂടെ ഇങ്ങനെ തിരിച്ചാണ്ട് ബിൽഡിങ്ങിന്റെ സൈഡ് കൂടെ എടുത്താണ്ട് ഇതാണ് നമ്മളെ പഴയത് കാര്യത്തിന്. ഈ പഴയത് ഇവരുടെ പുതിയതും കാര്യത്തിന് അപ്ലൈ ചെയ്യാണ്. അപ്പൊ നമ്മൾ ഡ്രൈവിംഗ് കാര്യത്തിന് മാറ്റാൻ പോകണം. ഡ്രൈവർ സ്റ്റേഷൻ കാര്യത്തിന് ചേഞ്ച് ചെയ്യാൻ പോകണം. ഈ ഓട്ടോ ബസ്സൊക്കെ സമയം എടുത്തിട്ട് നമ്മൾ ഡ്രൈവിംഗ് കാര്യത്തിന് ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ വീട്ടും കാര്യത്തിന് എത്തിയും. അപ്പൊ നമുക്ക് യാതൊരു ഐഡിയ ഇനി എന്താ ചെയ്യാൻ പറ്റും. നമ്മൾ എന്തായാലും വീട്ടും കാര്യത്തിന് വർക്കൗട്ട് ചെയ്യാന്ന് വിചാരിച്ചാണ്ട് നമ്മള് പുതിയ വീട്ടിലൊന്നും വർക്കൗട്ടിന്റെ ഒരു ഇതൊന്നുമില്ല. അപ്പൊ നമ്മള് വർക്കൗട്ട് ചെയ്യട്ടെ. വീട്ടിൽ പോയിട്ട് ഡ്രൈവർ സ്റ്റേഷൻ കാര്യത്തിന് ഫ്രാങ്കിലെ കൊണ്ടുപോകും. അപ്പൊ നമ്മള് വർക്കൗട്ടും കാര്യത്തിന് ചെയ്യുന്നത്. അപ്പൊ എന്താ പറയാ അടിയിൽ കോളിംഗ് ബെല്ലും കാര്യത്തിന് അടിച്ചു. അപ്പൊ എന്തായാലും നമുക്ക് അടിയിൽ കാര്യത്തിന് പോയി കാര്യമൊന്നും അറിയില്ല. അപ്പൊ വർക്കൗട്ട് ചെയ്ത് സ്റ്റാർട്ടിങ് കാര്യത്തിൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എന്താണെന്നൊന്നും അറിയില്ല. പോലീസും കാര്യത്തിനാണല്ലോ എന്താ നമുക്ക് സംഭവം യാതൊരു ഐഡിയ ഇല്ല. സാറും കാര്യത്തിന് എന്താ സംഭവം എന്നറിയില്ല. സാർ എന്താ പ്രശ്നം സാറേ. അങ്ങനെ നമ്മൾ സാറും കാര്യത്തിന് വണ്ടി വന്നു. അപ്പൊ ഞാൻ ഡ്രൈവറും കാര്യത്തിന്. അപ്പൊ സാറ് നല്ല പേടിച്ചിരിക്കും.
സാറെ പേടിക്കാൻ നമുക്ക് ഡ്രൈവർ സ്റ്റേഷൻ കാര്യത്തിന് എത്തിച്ചേരാം. എടാ ഫ്രാങ്ക്ലി അത് പതുക്കെ പോടാ. ഡ്രൈവർ സ്റ്റേഷൻ നമുക്ക് നേരം വൈകിയാലും എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാൽ പതുക്കെ അത് പോയാൽ മതി. നമ്മൾ നേരം വൈകിയാൽ അവിടെ കുഴപ്പമില്ല. നമ്മൾ ഒരാളെ കാത്തിക്കണ്ട. അതിനും വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് പോണ്. എടാ ഫ്രാങ്ക്ലി ബെല്ല പോടാ. അങ്ങനെ നമ്മൾ എന്തായാലും നമ്മള് സ്ഥലത്തും കാര്യത്തിന് എത്തിക്കണം. അപ്പൊ നമ്മള് വണ്ടി കയറി ചെറുതായിട്ടും കാര്യത്തിൽ ഇടിച്ച് കയറ്റിച്ചിട്ട് അപ്പൊ നമ്മളെ ഡ്രൈവർ സ്റ്റേഷനിൽ ഒരാൾ കാത്തിക്കണെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ എത്തിയിട്ട് അപ്പൊ ആളെ ഇതിന് എത്തിയിട്ട് അപ്പൊ ആ കാത്തിക്കണേ അങ്ങനെ ആള് എത്തിക്കണേ. അപ്പൊ ഇതാണ് നമ്മളെ വർക്കേഴ്സും കാര്യത്തിന്. എടാ ഫ്രാങ്കിലെ ഞാൻ ഡ്രൈവർ സ്റ്റേഷൻ കാര്യത്തിന് നിർമ്മിക്കാൻ പോണത്. അപ്പൊ ഞാൻ പ്ലാനും കാര്യത്തിന് പറഞ്ഞു തരാം. അതിന്റെ ഓൾഡ് ഹൗസും കാര്യത്തിന് എന്തായാലും യൂസ് ചെയ്തേക്കാം. അപ്പൊ ഓൾഡ് ഹൗസും കാര്യത്തിന് ഡ്രൈവർ സ്റ്റേഷനാക്കി ഈ ഡ്രൈവർ സ്റ്റേഷൻ ഒഴിവാക്കണേ. ഇപ്പൊ ട്രെയിൻ ഉണ്ടെങ്കിൽ ആ ട്രെയിൻ ഒഴിവാക്കിയാണ് എന്തായാലും കാണിച്ചിട്ട് വണ്ടി എടുക്കുക. പക്ഷെ നമ്മൾ അതിന്റെ കൂടെ നമ്മൾ പോകണം. നമ്മളെ ഓൾഡ് ഹൗസും കാര്യത്തിന് കാണിച്ചിട്ട് എങ്ങനെ പ്ലാനും കാര്യത്തിന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും അയാളെ വണ്ടിയും കാര്യത്തിന് എടുത്താണ് പോകണം. അപ്പൊ അതാണ് വർക്കേഴ്സും കാര്യത്തിന് നമ്മൾ പറഞ്ഞ് നമ്മളെന്തായാലും ഓൾഡ് ഹൗസും കാര്യത്തിന് അവിടെ എത്തി. ഓൾഡ് ഹൗസിന്റെ ബേക്കിലും കാര്യത്തിന് ഇവിടുന്നാണ് അതിന്റെ പ്ലാനും കാര്യത്തിന്റെ. എടാ ഫ്രാങ്കിലെ നിർത്തി സൈഡിലാക്കി നിർത്തി. ഓക്കെ സാറേ. അപ്പൊ നമ്മൾ ഇവിടെ ആയിട്ട് നിർത്തിക്കണേ. അപ്പൊ പെട്ടെന്ന് നിർത്താൻ പറഞ്ഞപ്പോ ഒറ്റ ബ്രേക്ക് കുറിച്ച് ഒറ്റ വളക്. ഫ്രാങ്കിലെ അപ്പൊ ഞാൻ ഫ്രാങ്കിന് പറഞ്ഞു തരാം. എടാ ഫ്രാങ്കിലെ ഞാൻ പറഞ്ഞത് ഇത് ഇങ്ങനെയാണ്. ഇതാണ് സംഭവം കാര്യത്തിന്. ഇവിടുന്നാണ് ട്രെയിനും കാര്യത്തിന് പോയത്. റോഡ് മുറിച്ച് കടന്നാണ് അവിടെ പോണത്. അപ്പൊ ഞാൻ സംഗതി കാര്യത്തിന് എന്താ പറഞ്ഞു തരാം. ഇതാ ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൂടെ പോയി കണ്ടേക്കരം. അന്റെ വീട്ടിന്റെ ഉള്ളിൽ കൂടെ പോയി കണ്ടേക്കരം. പ്ലാനും കാര്യത്തിന് കുറച്ച് പണിയും കാര്യത്തിന് എടുക്കണ്ടേ. ജോയിന്റ് ഒപ്പം നിൽക്കണം. അപ്പൊ ഇതാണ് നമ്മളെ പ്ലാനും കാര്യത്തിന്. ഇതിന്റെ ഉള്ളിൽ കൂടെ പണി തന്നെ വീട്ടിന്റെ ഉള്ളിൽ കൂടെ പണി ഇങ്ങനെ നേരെ പണി സ്വിമ്മിംഗ് പൂളും കാര്യത്തിന് ഒഴിവാക്കേണ്ടി വരും. ഇതാണ് ഇപ്പൊ നമ്മളെ ഇത് ഐഡിയും കാര്യത്തിന് ഫ്രാങ്കിലെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് ചെയ്യാൻ പറ്റണേക്കരം. അപ്പൊ ഇതാണ് നമ്മളെ പ്ലാൻ. ഇത് ഇവിടെ ഇങ്ങനെ പോയിട്ട് ആ തലക്കൊക്കെ മുട്ടി ഈ പിടിച്ചത് കാണും. ഇതിന്റെ അടിയൊക്കെ റോഡ് നമുക്ക് മുട്ടിച്ച് കൊടുക്കാതെ പ്ലാനും. അപ്പൊ നമ്മളിവിടെ പ്ലാനും കാര്യത്തിന് പറഞ്ഞു തന്നെങ്കിൽ അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യേണ്ടി യാതൊരു ഐഡിയും കാര്യമില്ല. അപ്പൊ നമുക്കൊരു ഒരു മകിൻഡാമിന്റെ പോലത്തെ ഒരു സാധനം കാര്യത്തിന് ഇത് മേടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന് ചുറ്റിക നമുക്ക് ആവശ്യം വേണ്ടി. ഇത് ചുറ്റിക്കണേ. അപ്പൊ നമ്മളെ ഓൾഡ് ഹൗസും കാര്യത്തിന് ചുറ്റിയും കാര്യത്തിന് അപ്പൊ നമ്മൾ ഇവിടെ എത്തി. അപ്പൊ ഓൾഡ് ഹൗസിൽ ഇവിടെ വെച്ചിട്ട് യാതൊരു ഐഡിയ ഇല്ല. അപ്പൊ എന്തെങ്കിലും നമുക്ക് നേരെ ഓൾഡ് ഹൗസിൽ പുറത്തും തപ്പ് ഇവിടെ ഉള്ളിലായിട്ട് എവിടെയെങ്കിലും തപ്പേണ്ടി വരും. അങ്ങനെ ഈ അടിയത്തെ നിലയിലും കാര്യത്തിന് നമ്മൾ വെച്ചിട്ട് അപ്പൊ എവിടെ ഒന്നും സംഭവം ഒന്നും അറിയില്ല. അപ്പൊ എന്തായാലും നോക്കിയിട്ട് ഇവിടെ എവിടെയാണ് കട്ടിലിന്റെ അടിയിലാണ് ടേബിളിന്റെ അടിയിലാണോ എന്നൊന്നും അറിയില്ല. ഇനി ടിവിന്റെ ഇവിടെ ഒന്ന് നോക്കിയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ട്. ഇവിടെ നമുക്ക് കാണില്ലല്ലോ. കട്ടിലിന്റെ അടിയിലും കാണില്ല. പക്ഷെ അപ്പൊ ചുറ്റും കാര്യത്തിന് കിട്ടി. അങ്ങനെ ഈ ചുറ്റും കാര്യത്തിന് നമ്മൾ കാറിന്റെ ബാക്കിലും കാര്യത്തിന് വെച്ചിക്കണേ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ വണ്ടിയും കാര്യത്തിന് എടുത്താണ് നമുക്ക് നേരെ ന്യൂ ഹൗസും കാര്യത്തിന് പോകുന്നുണ്ട്. ആ ചുറ്റിയും കാര്യത്തിന് അവിടെ വെക്കണം. അപ്പൊ എന്തായാലും നമ്മൾ ന്യൂ ഹൗസിലും കാര്യത്തിന് എത്തിക്കണേ. അപ്പൊ ഇതാണ് ഹൗസും കാര്യത്തിന്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വണ്ടി കാര്യത്തിന് ഇവിടെ വെറുതെ എടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വണ്ടി കാര്യത്തിന് വളച്ചു കാണ്ട് നമുക്ക് നേരെ ഒതുക്കി നിർത്തിയാണ്ട് നമുക്ക് നേരെ ചുറ്റിയും കാര്യത്തിന് വീട്ടിലാക്കിയാണ്ട് നമുക്കൊരു ചെറിയൊരു പണി കൂടെ ഉണ്ട്. അപ്പൊ എന്തായാലും വണ്ടിയിൽ നിന്ന് കാര്യത്തിന് ഇറങ്ങി ചുറ്റിയും കാര്യത്തിന് ഡിക്കിന്ന് എടുക്കാൻ നമ്മൾ വീട്ടിൽ കൊടുന്ന് വെച്ചിട്ട് ഒരു ചെറിയൊരു പണി മാത്രമുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് വീട് കാര്യത്തിന് പൊളിച്ചിൽ തുടങ്ങാൻ പറ്റണേക്കാൾ. അപ്പൊ എന്തായാലും വണ്ടി ഇതിന്ന് കാര്യത്തിൽ എടുത്തുക്കണേ. അതൊക്കെ സെറ്റപ്പും കാര്യത്തിന് ആക്കിക്കണം. അപ്പൊ എന്തായാലും നമുക്ക് ഈ വണ്ടി തന്നെ എടുത്ത് കണ്ട് നമുക്ക് നേരെ വർക്കറും കാര്യത്തിൽ നമ്മളെ വണ്ടി നിർത്തി അവിടെ നിൽക്കണം. അപ്പൊ വർക്കറിന്റെ കാര്യത്തിൽ അവിടെ നിന്ന് പിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ പണിസ്ഥലത്തും കാര്യത്തിൽ പോയിട്ട് അവിടുന്ന് നമുക്ക് ട്രക്കും കാര്യത്തിൽ എടുത്ത് കൊണ്ടുവരണം. അപ്പൊ അതാണ് ഇനി അടുത്ത ടാസ്കും കാര്യത്തിന്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഈ വണ്ടി എടുത്ത് കണ്ട് ഇത് അയാളെ വണ്ടിയും കാര്യത്തിന് അയാളെ വണ്ടി ഇപ്പൊ ഇത്ര നേരെ ഓട്ടിയും കാര്യത്തിന്. അപ്പൊ അയാൾ ഈ ബിൽഡിങ്ങിന് അവിടെ ഒരായിട്ടുണ്ട് പറഞ്ഞ ബിൽഡിങ്ങിന്റെ ഉള്ളിലുണ്ട് പറഞ്ഞ് എന്തായാലും അയാളും കാര്യത്തിനെ കയറ്റിക്കിട്ട് ഇങ്ങനെ അയാളും കാര്യത്തിനെ കയറ്റിന് നമുക്ക് നേരെ പണി സ്ഥലത്തും കാര്യത്തിന് പോയി നമ്മളെ പണിയും കാര്യത്തിന് മെയിനുള്ള അവിടെ. അപ്പൊ അവിടെ നമ്മളെ ട്രക്കും കാര്യത്തിനുണ്ട്. ആ ട്രക്കും കാര്യത്തിന് എടുക്കാൻ പണി സ്ഥലത്തും കാര്യത്തിന് എത്തിന്. അപ്പൊ നമുക്ക് നേരെ വണ്ടിയും കാര്യത്തിന് ഇവിടെ ഒതുക്കി നിർത്തി അയാളെ വണ്ടി എടുത്ത് പോയിക്കോളും. നമുക്ക് നേരെ ട്രക്ക് നമുക്ക് നോക്കിയിട്ട് ട്രക്ക് എടുക്കാൻ പറ്റുന്ന അറിയില്ല. ട്രക്ക് നോക്കണമെങ്കിൽ ശരി ട്രക്കും കാര്യത്തിന് നമ്മൾ കിട്ടിന്. പക്ഷെ ഇത് ഓടിച്ച പണി ടാസ്കും കാര്യത്തിന് ഇത് ഓടിച്ച് അറിയണവർക്ക് മാത്രം ഓടിച്ചാൽ ഞാൻ ഓടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് പോണത്. ഇത് വളച്ചിട്ട് വളയും കാര്യമില്ല. എന്താ സംഭവിക്കണം കൂടെ എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നേരെ വീട്ടും കാര്യത്തിന് കത്തി പിടിച്ചെത്തട്ടെ. ശരി വീട്ടിലും കാര്യത്തിന് പണിയും കാര്യത്തിന് സ്റ്റാർട്ട് ചെയ്താൽ ചുറ്റി കയറ്റി ആദ്യം ഈ ചുമര അടിച്ചു പൊടിച്ചു. ചുമരല്ല ഒരു മതിൽ കാര്യത്തിന് മതിൽ ചുറ്റിക്കൊണ്ട് അടിച്ച് പൊട്ടിച്ചെടുത്തിട്ടാണ് അടുത്ത ടാസ്കും കാര്യത്തിന് നമ്മൾ ആക്കാനുള്ളത്. അപ്പൊ അത് പൊട്ടിച്ച് ഒരു വിധാവട്ടെ. ഇനി കുറച്ചും കൂടെ മരം പൊട്ടിച്ചിട്ടെ. അല്ല അത് പൊട്ടിച്ചില്ല. അപ്പൊ മരം ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ. ഇനി മരം കഴിഞ്ഞിട്ടാണ് അടുത്ത ടാസ്ക് കാര്യത്തിന് ഈ മരമൊക്കെ ഒഴിവാക്കണം. ഇതൊന്നും പറ്റും. ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളും പൊട്ടിച്ചാൽ. പക്ഷെ അപ്പൊ ഇതും കഴിഞ്ഞാൽ നമുക്ക് സ്വിമ്മിംഗ് പൂളും കാര്യത്തിന് സ്റ്റാർട്ടിങ് കാര്യത്തിൽ അപ്പൊ സ്വിമ്മിംഗ് പൂൾ നമ്മൾ ഒഴിവാക്കാൻ പോകണേ. സ്വിമ്മിംഗ് പൂൾ മൊത്തമായിട്ട് ഒഴിവാക്കില്ല. ഇതിന്റെ ഇത് മാത്രം ഒഴിവാക്കാൻ പോകണം. അപ്പൊ ഇതിങ്ങനെ കഷ്ടപ്പെട്ട് പൊട്ടിച്ചെടുത്തൊന്നും പൊട്ടിയില്ല. നല്ല കഷ്ടപ്പാടും കാര്യത്തിനുണ്ട്. അപ്പൊ എന്തായാലും ഒക്കെ കഴിഞ്ഞ് കാണിച്ചു തരാം. കഴിച്ചാൽ എല്ലാ വർക്കും കാര്യത്തിന് നമ്മൾ വിചാരിച്ച മാതിരി പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പൊട്ടിച്ചുള്ളൂ. ഇതിൽ കൂടെ നമുക്ക് ട്രെയിനും കാര്യത്തിനും പോകണത്. അപ്പൊ അടിപൊളിയും കാര്യത്തിന് നേരം നമുക്ക് നോക്കാം എങ്ങനെ ട്രെയിനും പോകലൊന്നും യാതൊരില്ല. അപ്പം വെള്ളം കാര്യത്തിന് അവിടെ തന്നെ. ഇനി ബാക്കിയുള്ള സെറ്റപ്പും കാര്യത്തിന് വണ്ടി കൊടുന്ന ഫർണിച്ചറും കാര്യത്തിനുള്ള വീട്ടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്ത് വെക്കണം. എടുത്ത് വെച്ചിട്ട് അത് അതേപോലെ അവിടെ കൊണ്ടുപോയിടേണ്ടി വരും. അതാണ് അടുത്ത ടാസ്കും കാര്യത്തിന്. അപ്പൊ അതിൽ ഇതാണ് പുറം കാര്യത്തിന് പൊട്ടിച്ചും കാര്യത്തിന് കഴിഞ്ഞാൽ ഇനി ഉള്ളിൽ ഞാൻ കയറിയാണ് കാണിച്ചിട്ട് ഉള്ളിലത്തെ ഫർണിച്ചറും കാര്യത്തിന് ആ വണ്ടിക്ക് എടുത്തേക്കുന്നതാണ് ബാക്ക് ഭാഗത്തിൽ കൂടെ ട്രെയിനും കാര്യത്തിന് വരുന്നത്. എന്തായാലും അടിപൊളിയായ കാര്യം നമുക്ക് നോക്കി എന്താന്ന് ഞാൻ സംഭവം ഒന്നും അറിയാം. അപ്പൊ ഇപ്പൊ നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ കാര്യത്തിന് ഇങ്ങനെയാണ് കാലിക്ക് നമ്മളെ സോഫ ബെഡ്റൂം ജിമ്മി
ടീമിന്റെ എല്ലാതും കാര്യത്തിന് നമ്മള് വണ്ടി കയറ്റി ഒക്കെ സെറ്റപ്പും കാര്യത്തിന് ഇപ്പൊ ഫുള്ളും കാലിയാണ്. ഇതൊക്കെ ഇങ്ങനെ നാവാട്ടൊക്കെ എടുക്കണത് ആ വണ്ടിന്റെ ഉള്ളിലൊക്കെ സെറ്റപ്പും കാര്യത്തിന് ടി വി ഒക്കെ സെറ്റപ്പ് ആക്കി. അപ്പൊ ഇതാ കാണുന്ന വണ്ടി കാര്യത്തിന് വണ്ടിയിലൊക്കെ വെച്ച് ടി വി അൾമാർ അങ്ങനത്തെ എല്ലാം സാധനം സെറ്റപ്പും കാര്യം ചെയ്ത് അങ്ങനെ എന്തെങ്കിലും വണ്ടിയും കാര്യത്തിന് ഞാൻ കയറാണ്. അപ്പൊ ഈ വണ്ടിയിൽ കയറിയാൽ നമുക്ക് നേരെ അവിടെ കൊണ്ടുപോയി നമ്മൾ ഈ ട്രക്ക് എടുത്ത് അവിടെ തന്നെ കൊണ്ടുപോയി ഇറക്കണം. എന്നിട്ട് ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് നേപ്പാൾ എടുത്ത് കൊണ്ടുവരും. അങ്ങനെ സ്ഥലത്തും കാര്യത്തിന് നമ്മൾ എത്തിക്കണേ. അപ്പൊ ഇവിടെ ഇറക്കിക്കോട്ടെ. അപ്പൊ നമുക്ക് നേരെ ഇവിടുന്ന് ഒരു ബൈക്കും കാര്യത്തിന് കിട്ടുമെന്ന് അറിയാം. ബൈക്ക് നമുക്ക് നല്ല ബൈക്ക് ഇടിച്ച് നടന്ന് പോകേണ്ടി വരും. അപ്പൊ നോക്കി അവിടെ പണിക്കാരെ ഒരു ബൈക്ക് കാര്യത്തിനുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡൂക്കും കാര്യത്തിന് കിട്ടിയത്. അപ്പൊ എന്തായാലും നമ്മൾ നമ്മളെ വീട്ടും കാര്യത്തിന് പോകണം. അർജന്റായിട്ട് പോകണം. നമ്മൾ പെട്ടെന്ന് പോയാൽ നമുക്ക് പണി കാര്യത്തിന് പെട്ടെന്ന് കഴിയുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് പണി ഏകദേശം കഴിഞ്ഞിട്ട് കാണിച്ചിട്ട് അപ്പൊ നമ്മൾ വീട്ടിലും കാര്യത്തിന് എത്തിക്കുന്നത്. അപ്പൊ പണി കാര്യത്തിന് ഇപ്പൊ വീടൊക്കെ ഇങ്ങനെ ആക്കി ഏകദേശം പൈതും കാര്യത്തിന് പൊളിച്ചു കഴിഞ്ഞ് നമുക്ക് ഡ്രൈവർ സ്റ്റേഷനും സെറ്റപ്പും കാര്യത്തിൽ ചെയ്യാനുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഏകദേശം സെറ്റപ്പും കാര്യത്തിന് ചെയ്ത് കഴിഞ്ഞിരിക്കണം. അപ്പൊ ഇതാണ് മൊത്തത്തിലുള്ള ഇപ്പൊ വീടും കാര്യത്തിന് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും അടിപൊളിയും കാര്യത്തിനാണ് ഈ ട്രെയിനും കാര്യത്തിന് പോലെ ഡ്രൈവർ സ്റ്റേഷൻ കാര്യത്തിന് ഇതേപോലെ തന്നെ വരില്ല. ഇപ്പോഴായിട്ട് ഡ്രൈവർ സ്റ്റേഷൻ കാര്യത്തിന് വരുന്നത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ സെറ്റപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാണിച്ചു തരാം. അപ്പൊ ഇതാണ് കുറച്ചുകൂടെ പണിക്കാരും കാര്യത്തിന് ഇവിടെ സ്റ്റാർട്ടും കാര്യം. അപ്പൊ ഇതാണ് ട്രെയിനിന് പോള ഏരിയയും കാര്യത്തിന്. അപ്പൊ ഇതേപോലത്തെ ട്രെയിനിങ് കാര്യത്തിന് പോലെ ഇതിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ഇതേപോലെ ഇങ്ങനെ നീണ്ട് കെടുക്കണാണ്. നേരെ നീണ്ട് പോണേ. ഇതേപോലെ നേരെ ഞാൻ പറഞ്ഞ കണക്ട് ചെയ്യണം. അങ്ങോട്ടേക്ക് കുറച്ചും കൂടെ കണക്റ്റിങ് കാര്യത്തിന് ചെയ്യാണ്ട് അതാണ് ടാസ്കും കാര്യത്തിന്. ഈ ചില്ലറ പണി കാര്യത്തിനുള്ള അതും കൂടെ കഴിഞ്ഞ് നമുക്ക് ട്രെയിനും കാര്യത്തിന് കൊണ്ടുവരാൻ പറ്റുന്നേക്കാരം. അപ്പൊ ഇവിടെയാണ് ഡ്രൈവർ സ്റ്റേഷനും കാര്യത്തിന് വരെ നമ്മളെ വീട്ടിന് മുന്നേ ഇതേപോലെ ഉണ്ട്. അതുപോലെ പാലത്തിന്റെ മാതിരിയാണ് ഈ സാധനം നമ്മളെ വീട്ടിന് മുന്നിലും കാര്യത്തിന് കൊണ്ടുവെക്കണേക്കാരം. കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഫിനിഷിങ് കാര്യത്തിന്റെ ഇപ്പൊ ട്രെയിനും കാര്യത്തിന് വരുന്നത്. അപ്പൊ ഇനി 2 മിനിറ്റ് ട്രെയിനും കാര്യത്തിന് വരുന്നത്. അപ്പൊ ഇതേക്കെ നമ്മളെ ന്യൂ ഡ്രൈവർ സ്റ്റേഷനും കാര്യത്തിന് വന്നിട്ട് അപ്പൊ അടിപൊളിയും കാര്യത്തിന് ഡ്രൈവർ സ്റ്റേഷൻ കാര്യത്തിന് കാണാൻ പറ്റും. അപ്പൊ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സിഗ്നലും കാര്യത്തിന് 2 ഭാഗത്തും കൊടുത്തുകയാണ്. അപ്പൊ എന്തെങ്കിലും ട്രെയിനും കാര്യത്തിന് സെറ്റപ്പ് ആയിക്കണം. ട്രെയിൻ വരുന്ന സമയം കാര്യത്തിന് ആയിരിക്കണം. അപ്പൊ ട്രെയിൻ നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മൾ ഇതിന്റെ മുകളിലും കാര്യത്തിന് ഉള്ളിലും കാര്യത്തിന് ട്രെയിനും കാര്യത്തിന് ചെറുതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് സംഭവിച്ച് നോക്കാം. ട്രെയിൻ വരാൻ നമ്മള് വെയിറ്റ് ചെയ്തിരിക്കണം. ട്രെയിന് വരൂല എന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ ചുറ്റി കറങ്ങാൻ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ട്രെയിനും കാര്യത്തിന് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ട്രെയിനും കാര്യത്തിന് വരാൻ പോകുന്നത്. അപ്പൊ അവിടുന്ന് ഇവിടുന്നൊക്കെ ട്രെയിനും കാര്യത്തിന് വരുന്നത്. അപ്പൊ നമ്മൾ ട്രെയിനിന്റെ മുകളിലും കാര്യത്തിന് കയറി നമുക്ക് ട്രെയിനും കാര്യത്തിന് പോകാം. അപ്പൊ എന്തെങ്കിലും ട്രെയിനും കാര്യത്തിന് സ്റ്റാർട്ടും കാര്യത്തിന് ചെയ്ത് അപ്പൊ എന്താ സംഭവിക്കണമെന്ന് യാതൊരു ഐഡിയ ഇല്ല.